ഇന്നത്തെ റിവ്യൂ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന ഡിസ്നി ഹോട്ട്സ്റ്റാറിലെ വെബ് സീരീസാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടൻ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചൊരു സീരീസാണ്. നമ്മുടെ നിതിൻ രഞ്ജി പണിക്കർ സാറിൻ്റെ മകൻ ഡയറക്റ്റ് ചെയ്ത ആ സീരീസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഇത് നിങ്ങൾ കാണാതെ പോകരുത്. കാരണം ഇത് 1978 കാലഘട്ടത്തിലെ കേരളത്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു സ്ലോ പേസും ആ കാലഘട്ടത്തിൻ്റെ എല്ലാ സവിശേഷതകളും വളരെ പെർഫെക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമ നമ്മൾ പഴയ സിനിമ കണ്ട് ഒരിടത്ത്, പിന്നെ നമ്മുടെ എന്താ പറയുക, പഞ്ചവടിപ്പാലം, ദെർ ആർ മെനി മൂവീസ്. അപ്പോൾ ഈ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഈ പർട്ടിക്കുലർ ഫിലിം കാണണം. ഈ ഫിലിം കാണാൻ ഒരു മൂഡുണ്ട്. നമ്മൾ വളരെയധികം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വളരെ ഫാസ്റ്റ് കോമഡിയും ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള രംഗങ്ങളൊന്നും അല്ല പ്രതീക്ഷിക്കേണ്ടത്. വളരെ എന്താ പറയുക, വളരെ രസകരമായിരുന്ന് കാണാൻ പറ്റുന്നൊരു സീരീസാണിത്. ഇതിൻ്റെ ഓരോ സീരീസും ഞാൻ ഓരോ ആക്ട്രസിനെയും ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ഇതിനകത്ത് എല്ലാവരും ബ്രില്യൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ പറയുന്നത് ശരിയല്ല. എന്നാലും നമ്മൾ പ്രശാന്തേട്ടൻ പറയണം, അദ്ദേഹം ഒരു വലിയ നടനാണെന്ന് ഓൾറെഡി പുരുഷപ്രേതം എന്ന സിനിമയിൽ തെളിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു ബ്രില്യൻസ് കാണണമെങ്കിൽ ഇത് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് കണ്ടാൽ മതി. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ മൊമെൻറ്റും ഈ സീരീസ് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇരുന്ന് കാണുക ഈ സിനിമ. ഇത് വളരെ നല്ല രസമുള്ള, അല്ലെങ്കിൽ ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് ഈ സീരീസ് വളരെ നല്ല രസകരമായ ഒരു അനുഭവം നിങ്ങൾക്ക് തരുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സോ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ടു വാച്ച് നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. ബൈ. മൊഴി. ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ, ഇതിൻ്റെ സിനിമയുടെ ഓഡിയോ ഡോൾബി അറ്റ്മോസിലാണ്. നമ്മുടെ പിക്ചർ ക്വാളിറ്റിയും വളരെ ഹെവിയാണ്. ഇത് നിങ്ങൾ സത്യത്തിൽ തിയേറ്ററിൽ ഇരുന്ന് കാണണം. പക്ഷേ തിയേറ്ററിൽ ഈ സീരീസ് റിലീസല്ല. അപ്പോൾ ഇന്നാണ് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒരു ഹോം സിനിമ സെറ്റപ്പ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഈ മൂവി കാണണം. അത് ഈ ഒരു സീരീസ് കാണണമെങ്കിൽ മൂവി വാച്ചാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബിക്കോസ് അത്രയും പെർഫെക്റ്റായിട്ട് ഇത് എൻ്റെ ഓരോ പിക്ചറും ഓരോ സീനുകളും വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ ഇതിൻ്റെ സൗണ്ട് എൻജോയ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ തിയേറ്റർ ഒരെണ്ണം വീട്ടിൽ ചെയ്തുകൊണ്ട് ഇത് ആസ്വദിക്കാൻ കഴിയും. ഓക്കെ.